മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ രക്ഷകനായ കർത്താവ് മിശിഹായുടെ പീഡാസഹനങ്ങളെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചും നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാനിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദിവസം. ഇന്നേ ദിവസത്തിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടു കൂടി എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ദുഃഖവെള്ളിയാഴ്ച ഈ ദിവസം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ധാരാളം മാതൃക നമുക്ക് നൽകിയിട്ടുണ്ട്, ധാരാളം സമ്മാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈശോയുടെ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നിശബ്ദനായി എല്ലാം സഹിക്കുന്ന ഒരു ഈശോയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം ക്ഷമിക്കുന്ന ഒരു ഈശോയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവസാനം കുരിശ് മരണത്തിൽ എല്ലാവർക്കും രക്ഷപ്രദാനം ചെയ്ത ഒരു നല്ല നാഥനെ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ ഏതാനും ചില വചനങ്ങൾ, ഈ വചനങ്ങൾ ധ്യാനിച്ചാൽ മാത്രം മതി ഈശോ എന്തെല്ലാം മാതൃകകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്, എന്തെല്ലാം സമ്മാനങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ വചനം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥൻ സ്വപുത്രനെ കൊന്നുകളഞ്ഞ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെ ശിക്ഷിക്കുന്ന ഉപമ ഈശോ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പുത്രൻ, മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥൻ, മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരെ ശിക്ഷിക്കാതിരിക്കാൻ, എന്നാൽ അവരെ സ്നേഹിക്കാൻ വേണ്ടി നേരത്തെ കൂട്ടി പിതാവിനോട് പറഞ്ഞ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. ഈശോ പ്രകാശത്തിൻ്റെ പുത്രനാണ്, ഈശോ പ്രകാശമാണ്. ഈശോയെ അനുഗമിക്കുന്ന നമ്മളെല്ലാവരും പ്രകാശത്തിൻ്റെ മക്കളാണ്. സ്നേഹം നിറഞ്ഞവരെ, അന്ധകാരത്താൽ മൂടപ്പെടുമ്പോഴാണ് നമ്മൾ ശത്രുക്കളായിട്ട് മാറുക. സ്ഥലം കൊണ്ടായിരിക്കാം, വ്യക്തികൾ കാരണമായിരിക്കാം, മറ്റ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അന്ധകാരം കൊണ്ട് മൂടുമ്പോൾ പ്രകാശത്തിൻ്റെ മക്കളെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. പലപ്പോഴും ഇങ്ങനെയാണ് ശത്രുത ഉടലെടുക്കുക. എന്നാൽ പ്രകാശത്തിൻ്റെ മക്കളായ നമ്മൾ വേണം ക്ഷമിക്കാൻ, തിരുത്താൻ. ക്ഷമയിലൂടെ വേണം മറ്റുള്ളവരുടെ അന്ധകാരത്തെ എടുത്തു മാറ്റാൻ. സ്നേഹം നിറഞ്ഞവരെ, കുരിശിൽ ക്ഷമിച്ച ഈശോയെ മാതൃകയാക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. പ്രത്യേകിച്ച് കുരിശിൽ ക്ഷമിച്ച ഈശോയെ പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ അന്ധകാരത്താൽ ബുദ്ധി മൂടപ്പെട്ട മനുഷ്യർക്ക് പ്രകാശത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. രണ്ടാമത്തെ വചനം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 23-ാം അധ്യായം 43-ാമത്തെ തിരുവചനം. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. നല്ല കള്ളനോട് ദൈവം വാഗ്ദാനം ചെയ്ത ഏറ്റവും വലിയ സമ്മാനം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എല്ലാവരെയും ആവശ്യമാണ്. ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചിലരെ നോക്കി നമ്മൾ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എടാ, നിന്നോടൊക്കെ ദൈവം ക്ഷമിക്കുമോ, നീയൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, ദൈവം എല്ലാവരെയും ആഗ്രഹിക്കുന്നവരാണ്. പാപത്തിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായി നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. കാരണം കുരിശിൽ കിടക്കുന്ന ഈശോ നമുക്ക് കാണിച്ചു തന്ന മാതൃക അവസാന നിമിഷം പോലും പശ്ചാത്തപിക്കുന്നവനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. നമുക്കും എല്ലാവരെയും ചേർത്ത് പിടിക്കാം. തമ്പുരാന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തമ്പുരാൻ്റെ കരുണ മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. മൂന്നാമത്തെ വചനം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 26-27 വചനങ്ങൾ. കുരിശിൽ കിടന്നുകൊണ്ട് അമ്മയെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞത്, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ. സർവ്വലോകത്തിനു വേണ്ടി ഈശോ അന്ന് വലിയൊരു സമ്മാനം നൽകി, പരിശുദ്ധ അമ്മ. വിശുദ്ധരേക്കാൾ ഉന്നതിയിലാണ് പരിശുദ്ധ അമ്മയുടെ സ്ഥാനം. പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നീല കാപ്പ കൊണ്ട് നമ്മളെല്ലാവരെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയെ കൂട്ടുപിടിക്കാൻ, അമ്മയോട് ചേർന്ന് ജീവിക്കുവാൻ, ജപമാല ചൊല്ലി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. നാലാമത്തെ വചനം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 27-ാം അധ്യായം 46-ാമത്തെ വാക്യം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ,
എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? സ്നേഹം നിറഞ്ഞവരെ, സഹനത്തിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കുരിശിൽ കാണാനായിട്ട് സാധിക്കും. സ്വന്തക്കാരുപേക്ഷിച്ച, സ്നേഹിച്ചവർ വേണ്ട എന്ന് വെച്ച, സ്വന്തം ജനങ്ങൾ ക്രൂശിച്ച ആ മനുഷ്യൻ കുരിശിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? എന്നിരുന്നാലും ദൈവത്തോടുള്ള വിശ്വാസം കൈവിടിയാതെ, മനുഷ്യരെ ശപിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനാണ് ദൈവം. നമുക്കെല്ലാവർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ചിലപ്പോഴൊക്കെ ദൈവത്തോട് പറയുന്നുണ്ടായിരിക്കും, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പ്രിയപ്പെട്ടവരെ, ഈശോയെ പോലെ സഹനത്തിൽ നിലനിൽക്കാനുള്ള ഒരു ശക്തിക്കായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. യഥാർത്ഥത്തിൽ സഹനത്തിൽ നിലനിൽക്കുന്നവന് സ്വന്തം സന്തോഷങ്ങളെ, സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെക്കാനായിട്ട് സാധിക്കും. സ്വന്തം സന്തോഷങ്ങളെ, സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് സ്വന്തം സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെയും സന്തോഷങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സന്തോഷമല്ല, മറ്റുള്ളവർക്ക് അപ്രകാരം സഹനത്തിൽ നിലനിന്നുകൊണ്ട് സന്തോഷം പ്രദാനം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. 5-ാമത്തെ വചനം, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം, എനിക്ക് ദാഹിക്കുന്നു. ശാരീരികമായ ദാഹമല്ല ഈശോ ആഗ്രഹിക്കുക, മറിച്ച് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അവൻ്റെ ദാഹമായിരുന്നു. ഈ ദാഹം അവൻ കുരിശിൽ സഹിച്ച പീഡകളെ ഓർത്തുള്ള ദാഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഡോൺ ബോസ്കോ ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ എടുത്തുകൊള്ളുക. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി നമ്മളെല്ലാവരും ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി കണ്ടെത്തേണ്ടതുണ്ട്. തിന്മയുടെ വഴിയിൽ സഞ്ചരിക്കുന്നവരെ എല്ലാവരെയും നന്മയുടെ പാതയിലൂടെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം കുരിശിൽ പീഡകൾ സഹിച്ചുകൊണ്ട് ഈശോ നമുക്കെല്ലാവർക്കും വേണ്ടി രക്ഷ പ്രദാനം ചെയ്തിട്ടുണ്ട്. ഈ രക്ഷ മറ്റുള്ളവർക്ക് നൽകുവാൻ കടപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ഈശോയെ പോലെ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുവാൻ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രത്യേകിച്ച് പശ്ചാത്തപിച്ച് മറ്റുള്ളവർ തമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. 6-ാമത്തെ വചനം, തിരുലിഖിതങ്ങളുടെ പൂർത്തീകരണത്തിനായി ദൈവപുത്രൻ ഇപ്രകാരം പറഞ്ഞു, എല്ലാം പൂർത്തിയായി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, ദൈവപുത്രൻ സമ്പൂർണ്ണ ത്യാഗമാണ് ഇവിടെ നടത്തിയിരിക്കുക. സ്വന്തം ജീവിതം പിതാവ് പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാനും മറ്റുള്ളവർക്ക് രക്ഷ പ്രദാനം ചെയ്യുവാനും അവൻ മാറ്റിവെച്ചു. സമ്പൂർണ്ണ ത്യാഗം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട്, ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങളുണ്ട്, ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം അവന് ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വമാണ് ഒരു ഇടവക എന്ന് പറയുക. ഒരു കുടുംബനാഥനെ അല്ലെങ്കിൽ കുടുംബനാഥയെ സംബന്ധിച്ചിടത്തോളം അവരെ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വമാണ് ഒരു കുടുംബം എന്ന് പറയുക. സ്നേഹം നിറഞ്ഞവരെ, ആ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങൾക്ക് വേണ്ടി സമ്പൂർണ്ണ ത്യാഗത്തോടുകൂടി ജീവിതം കാഴ്ചവെക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അപ്രകാരം കാഴ്ചവെക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് സന്തോഷം ലഭിക്കുക, മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കുക. എല്ലാത്തിനും ഉപരിയായി മറ്റുള്ളവർക്ക് അതിൻ്റെ രക്ഷ പൂർണ്ണതയിൽ ലഭിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കും കുരിശിൽ കണ്ട ഈശോയുടെ ത്യാഗ മനസ്ഥിതിയെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. ത്യാഗത്തോടുകൂടി ഭൂമിയിൽ ജീവിക്കുവാൻ, ത്യാഗത്തോടുകൂടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കാഴ്ചവെക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ 7-ാമത്തെ വചനം, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 23-ാമത്തെ അധ്യായം 46-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും ഈ ഒരു വചനം, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന്? ഈശോ ഈ വചനം പറയാൻ കാരണമുണ്ട്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു, പാപമില്ലാതെ ജീവിച്ചു, മനുഷ്യരെ തിരുത്തി ജീവിച്ചു,
അവസാനം താൻ സ്നേഹിച്ചിരുന്ന ജനം അവനെ ക്രൂശിച്ചപ്പോൾ അവരോട് ക്ഷമിച്ച് അവർക്ക് രക്ഷ പ്രദാനം ചെയ്തു. നമ്മിൽ എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് ഈ ക്രൂശിതനെ അനുഗമിക്കാനായിട്ട് സാധിക്കും? പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദേവാലയ പരിസരങ്ങളും വിശുദ്ധിയോടുകൂടി കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കണം. ഈശോ കാണിച്ചു തന്ന മാതൃക അതുപോലെ പിന്തുടരാനായിട്ട് നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. ആ കടമ നിറവേറ്റിക്കൊണ്ട് പാപപങ്കിലമായ ജീവിതം നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. കുരിശിൽ ഈശോ കാണിച്ചു തന്ന ഈ മാതൃകകൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ മാതൃകകൾ അനുകരിച്ച് ക്രൂശിതനായ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസം പൂർണ്ണ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി നമുക്ക് എല്ലാവർക്കും മാറ്റാം. ക്രൂശിതനായ ക്രിസ്തുവിനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഭൂമിയിൽ ജീവിച്ച പോലെ ജീവിക്കുവാൻ, സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ മാധ്യസ്ഥവും സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ ഭവനങ്ങളോടും നിങ്ങളുടെ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.